ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഫയൽ ഉണ്ടാക്കാമെന്നാണ്. ഫയൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫയൽ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഫയൽ വേണമെങ്കിൽ നിങ്ങളെ ലിങ്കിലൊക്കെ കൊടുക്കാൻ പറ്റും, നിങ്ങളെ യൂട്യൂബ് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ഫയലുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആ ഫയലുകളിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഈ ഫയലുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഫോട്ടോസ് ഒരാളേക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കുറേ ഇപ്പോൾ 10 അല്ലെങ്കിൽ 20 ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്ങനെ ഒരു പേരിൽ നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണ്ടി വരും. അപ്പോൾ ലിങ്ക് വേണ്ടില്ല, ഇപ്പോൾ യൂട്യൂബ് ചിലപ്പോൾ വ്യൂവേഴ്സിന് ആ പാട്ടുകൾ മൊത്തം ഇഷ്ടപ്പെട്ടവർക്ക് ഫുള്ള് ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം വേണ്ട. നിങ്ങൾ ആ പാട്ടുകൾ മൊത്തം സെലക്ട് ചെയ്ത് ആ ഒറ്റൊരു ഫയലാക്കി മാറ്റുക. ആ ഫയൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ലിങ്കിൽ കൊടുത്താൽ അവർക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ എല്ലാ ഓഡിയോസും കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫയൽ എങ്ങനെ ഉണ്ടാക്കാൻ പോകുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കിടിലൻ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് അങ്ങനെ ഫയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആപ്പ് എന്ന് പറഞ്ഞാൽ സെഡ് ആർച്ചിവർ എന്ന് പറഞ്ഞ ആപ്പാണ്. ഇത് ഫയൽ മാനേജർ പോലെ തന്നെയാണ്. നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ആ ലിങ്കിനെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മളൊരു ഫയൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ ഇവിടെ വേണം. ഞാൻ അവിടെ കുറച്ച് പാട്ടുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പാട്ടുകളൊക്കെ ഫയലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ 3 ഡോട്ട്സ് കാണാൻ പറ്റും. അതിൻ്റെ മൂലയിൽ 3 ഡോട്ട്സ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് വരും. അതിൽ കാണാൻ പറ്റും പ്ലസ്, അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ആർച്ചീവ് എന്ന് കാണാൻ പറ്റും. ന്യൂ ഫോൾഡർ അല്ല, ന്യൂ ആർച്ചീവ് എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് നമുക്ക് അതിൻ്റെ പേര് കൊടുക്കാം, നമ്മളെ ഫയലിൻ്റെ പേര് കൊടുക്കാം. ഞാനിപ്പോൾ നമ്മളിപ്പോൾ കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് ആയതുകൊണ്ട് ഞാനിപ്പോൾ നോ കോപ്പിറൈറ്റ് മ്യൂസിക് എന്ന് കൊടുക്കാൻ പോവാണ്. നോ കോപ്പിറൈറ്റ് മ്യൂസിക് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് പാസ്വേഡ് എൻ്റർ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ ഉള്ളിലത്തൊക്കെ നിങ്ങളിപ്പോൾ ഒരു ഫയൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന് പാസ്വേഡ് വെച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ പുറത്തേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ പാസ്വേഡ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അതൊക്കെ പുറത്തേക്ക് കിട്ടുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ശരിയായ പാസ്വേഡ് കൊടുക്കുക. ഞാൻ 1 2 3 4 5 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പാസ്വേഡ് വേണമെങ്കിലും കൊടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ 1 2 3 4 5 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വേറൊരു ഓപ്ഷൻ ഉണ്ട്, സ്പ്ലിറ്റ് ഇൻറ്റു വോളിയൂംസ്. നിങ്ങളുടെ ഫയൽ ഇപ്പോൾ ഒരു 500 MB ഒക്കെ ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഗെയിമിൻ്റെ ഫയലാണ് വിചാരിക്കുക. ഗെയിം എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ MB ഒക്കെ ആവുമല്ലോ. ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ ചെയ്യണം എങ്ങനെയാണ് ഗെയിം ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണം. അപ്പോൾ കൊടുക്കുമ്പോൾ ഒരു 500 MB ഗെയിം ആണെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് ഒറ്റയടിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പ്രയാസമായിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിനെ സ്പ്ലിറ്റ് ആക്കും. ഇപ്പോൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു 200 MB ഒരു ഫയൽ, 200 MB രണ്ടാമത്തെ ഫയൽ, 100 MB മൂന്നാമത്തെ ഫയൽ, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ അതാണ് നമുക്ക് ഈ ഓപ്ഷൻ കൊണ്ട് പറ്റുന്നത്. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 100 MB 50 MB 24 MB 10 MB 5 MB എന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതർ സൈസിൽ പോയാൽ നിങ്ങൾക്ക് ഏത് സൈസ് ഇപ്പോൾ ഒരു 15 MB അല്ലെങ്കിൽ ഒരു 25 MB 42 MB അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ഒരു 10 MB എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ചെയ്യണം നിർബന്ധമില്ല, കാരണം നിങ്ങൾക്കിത് ഒറ്റൊരു ഫയലാക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റും. അപ്പോൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനി നമുക്കിതൊന്ന് ഓക്കെ ക്ലിക്ക് ചെയ്യണം. ഓക്കെ ക്ലിക്ക് ചെയ്താൽ ഇനി നമുക്ക് നമ്മളെ ഫയലിൻ്റെ ഉള്ളിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ പാട്ടുകൾ മൊത്തം ഒന്ന് സെലക്ട് ചെയ്തെടുക്കാം. ഇത് ഫുള്ള് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കൊരു ടിക്ക് മാർക്ക് കാണാൻ പറ്റും ഇവിടെ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഫയൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഫയൽ റെഡി ആയിട്ടുണ്ട്. 5 പാർട്ടാണ് നമ്മളെ ഫയലുള്ളത്. 10 MB 10 MB എന്ന് പറഞ്ഞിട്ടുള്ള 5 പാർട്ടുകളാണ് നമ്മളെ ഫയലുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് പാർട്ടുകളാക്കണം എന്ന് നിർബന്ധമില്ല. പിന്നെ പറഞ്ഞിട്ടാണെങ്കിൽ ഒക്കെ പറഞ്ഞിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പാർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റൊരു ഫയലാക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഈ അടുത്ത നമ്മുടെ പാട്ടുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാണ്. നമ്മളെ പാട്ടുകളുള്ള ഫയൽ മാത്രം ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മെയിനായിട്ടുള്ള ഇതില്ലേ ഫയലില്ലേ, Z7Z എന്ന് പറഞ്ഞ ഫയലുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഹിയർ എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളിപ്പോൾ പാസ്വേഡ് കൊടുത്തിരുന്നു. നമ്മൾ കൊടുത്ത പാസ്വേഡ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 എന്നായിരുന്നു. അതവിടെ കൊടുക്കുക. കൊടുത്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്താൽ അത് എക്സ്ട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. നമ്മളുള്ള പാട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പാട്ടല്ലെങ്കിൽ വീഡിയോസ്, ഓഡിയോസ് എന്ത് വേണമെങ്കിലും, അതൊക്കെ ഫോട്ടോസ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഫയലുകളാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഫയലുകളാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് അത് നിങ്ങളുടെയായിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കാനൊക്കെ പറ്റും. ഇത്രയുള്ള സംഭവം വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.